സന്നിധാനത്ത് ഇന്നലെ 18-ാം പടി കയറിയത് 95,326 തീർത്ഥാടകരാണ്. ക്രിസ്മസ് അവധി കൂടി തുടങ്ങുന്നതോടെ ഇന്നു മുതൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 91,088 പേരാണ് ഇന്ന് ദർശനത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള പോലീസിന്റെ കർപ്പൂരാഴി ഇന്ന് വൈകുന്നേരം നടക്കും. CV അനുമോദിന്റെ റിപ്പോർട്ട്. ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ കൂടി തുടങ്ങിയതോടെ അനിയന്ത്രിതമായ രീതിയിലേക്ക് സന്നിധാനത്ത് തിരക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്നലെ 95,000-ലധികം അയ്യപ്പന്മാർ സന്നിധാനത്ത് എത്തിയെന്ന് പോലീസിന്റെ കണക്ക് പറയുന്നു. ഇന്ന് വിർച്വൽ ക്യൂ വഴി തന്നെ 91,000-ലധികം പേർ ദർശനത്തിനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗും അതിന് പുറമെ സന്നിധാനത്തേക്ക് സത്രം വഴിയുള്ള അയ്യപ്പന്മാരുടെ വരവെല്ലാം കണക്കാക്കുമ്പോൾ 1,00,000 അയ്യപ്പന്മാർ ഇന്ന് എത്തും എന്നുള്ള കണക്കൂട്ടലാണ് പോലീസിനുള്ളത്. രാവിലെ ഇതുവരേക്കും മണിക്കൂറിൽ 3,000-നും 4,000-നും ഇടയിൽ അയ്യപ്പന്മാർ 18-ാം പടി കയറുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത് കുട്ടികളുടെ എണ്ണം. സന്നിധാനത്ത് കുട്ടികൾ കൂടുതലായിട്ട് എത്തുന്നത് ഈ ഒരു 18-ാം പടി കയറുന്നതിന്റെ വേഗതയെ ബാധിക്കുന്നതാണ്. വലിയ ആളുകളെ 18-ാം പടി കയറ്റുന്നത് പോലെ വളരെ വേഗത്തിൽ കുട്ടികളെ 18-ാം പടി കയറ്റാൻ കഴിയുകയില്ല. അത്തരത്തിൽ ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ 18-ാം പടി കയറ്റുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നതോടെ ഇവിടുത്തെ വേഗത കുറയും. അങ്ങനെ വേഗത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തിരക്ക് പമ്പയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ പമ്പ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. നിലവിൽ മരക്കൂട്ടവും കഴിഞ്ഞ് അയ്യപ്പന്മാരുടെ വരി താഴേക്ക് നീളുന്ന ഒരവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും അയ്യപ്പന്മാരുടെ വരവ് നിയന്ത്രിക്കാൻ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വലിയ തിരക്കിലേക്കാണ് സന്നിധാനം എത്തുന്നത്. അതുകൊണ്ട് തന്നെ 10 മണിക്കൂറിലധികം സമയം പമ്പയിൽ നിന്ന് സന്നിധാനത്ത് എത്താൻ വേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വരും ദിവസങ്ങളിൽ സന്നിധാനത്തുണ്ടായേക്കാവുന്ന തിരക്ക് നിയന്ത്രിക്കാൻ നടപടികളെടുത്തതായി സന്നിധാനം പോലീസ് സെക്യൂരിറ്റി ഓഫീസർ KS സുദർശനൻ IPS. തിരക്ക് കൂടിയാൽ ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ നിയന്ത്രിക്കും. പ്രായമായവർക്കും കുട്ടികൾക്കും ദർശനത്തിനായി സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. നിയന്ത്രിക്കാൻ പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ തുടങ്ങി സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മോടൊപ്പം SO സുദർശൻ IPS ചേരുന്നു. സാർ, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ തിരക്ക് മുൻനിർത്തി നമ്മൾ ചെയ്യുന്നത്? ഈ സീസണിലെ ശബരിമല എത്തിച്ചേർന്ന ഭക്തർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടി വിപുലമായിട്ടുള്ള പോലീസ് സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10 DYSPമാരുടെ കീഴിൽ 30 ഇൻസ്പെക്ടേഴ്സിൻ്റെ കീഴിലായിട്ട് ഏതാണ്ട് 1,400 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഈ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂകളും നിർദ്ദേശങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ വെല്ലുവിളി എന്താണ് പ്രധാനമായിട്ടും? ഇപ്പോൾ ഒരു മണിക്കൂറിൽ ഏതാണ്ട് 4,000-4,200 പേരാണ് 18-ാം പടി കയറി വരുന്നത്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ 88,000-90,000 പേരാണ് ശബരിമലയിൽ സുഗമമായിട്ടുള്ള ദർശനത്തിനുള്ള ചാൻസ് ഉള്ളത്. പക്ഷേ